ഒരിക്കൽ ഒരിടത്ത് വളരെയധികം കടബാധ്യതയുള്ള ഒരു പാവ മനുഷ്യനുണ്ടായിരുന്നു. അവിടുത്തെ രാജാവിന് കാമേശ്വര ഭഗവാനെ കാണാൻ ആഗ്രഹമുണ്ടായി. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ആരെങ്കിലും എന്നെ ഭഗവാനെ കാണിക്കുകയാണ് എങ്കിൽ അവന് ഞാൻ ആവശ്യമുള്ളതെല്ലാം നൽകുന്നതാണ്. ആ പാവ മനുഷ്യൻ രാജാവിനെ മുഖം കാണിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് 1000 സ്വർണ്ണ നാണയങ്ങൾ തരികയാണ് എങ്കിൽ ഞാൻ ഭഗവാനെ കാണിക്കാം. രാജാവ് അയാൾക്ക് 1000 സ്വർണ്ണ നാണയം നൽകാൻ കൽപ്പിച്ചു. 40 ദിവസത്തിനകം കാമേശ്വരനെ കാണിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ തല കൊയ്യും എന്നുള്ള കരാറും എഴുതി വാങ്ങി. അതിനുശേഷം അയാൾ വീട്ടിൽ പോയി കടം കൊടുത്തവർക്കെല്ലാം അവകാശപ്പെട്ട തുക തിരിച്ചു നൽകി. നല്ല സമയമാണ് എന്ന് കരുതി ഇരുന്നു. നിശ്ചയിച്ച 40 ദിവസം കഴിഞ്ഞു. അയാൾ ഭാര്യയോട് പറഞ്ഞു, അവർ എന്നെ ഇന്ന് കൊല്ലും. എന്തിന്? ഭാര്യ ചോദിച്ചു. അയാൾ ഭാര്യയോട് എല്ലാം വിശദമായി പറഞ്ഞു. ഞാൻ രാജാവുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഞാൻ മരിച്ചെന്ന് കരുതി എന്ത് സംഭവിക്കാനാണ്? നീ സുഖമായി തീർച്ചയായും ജീവിക്കും. അവിടെ നിന്നും രാജസന്നിധിയിൽ ചെന്ന അയാളോട് രാജാവ് ചോദിച്ചു, നിങ്ങൾ ഭഗവാനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ കൊണ്ടുവന്നിട്ടില്ല രാജാവേ. എനിക്ക് അദ്ദേഹത്തെ വിളിക്കുവാൻ തക്ക ഭക്തിയുണ്ട് എന്ന് അവിടുന്ന് കരുതുന്നുണ്ടോ? ഞാൻ കടത്തിലാണ്. എൻ്റെ ബുദ്ധിസാമർഥ്യമെല്ലാം അവസാനിച്ചു. ഞാൻ സ്വമനസ്സാലെ ജീവൻ വെടിയുകയാണ്. ഉടനെ രാജാവ് മന്ത്രിമാരെ എല്ലാവരെയും വിളിച്ചു. ഇയാളെ എന്താണ് ചെയ്യേണ്ടത്? രാജാവ് ചോദിച്ചു. അവരിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, കത്രിക ഉപയോഗിച്ച് മാംസം ഛേദിക്കുന്നതായിരിക്കും ഇതിന് ഉചിതമായ ശിക്ഷ. മന്ത്രിയുടെ സംസാരം കേട്ട് പെട്ടെന്ന് അവിടെ എത്തിച്ചേർന്ന വൃദ്ധനായ ഒരു സന്യാസി ഇങ്ങനെ പറഞ്ഞു, ഓരോ വ്യക്തിയും അവരവരുടെ വിവേകം അനുസരിച്ചാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തെ മന്ത്രി പറഞ്ഞു, അയാളെ റൊട്ടിയുണ്ടാക്കുന്ന അടുപ്പിലിട്ട് ചുട്ടുകരിക്കണം. മൂന്നാമത്തെ മന്ത്രി പറഞ്ഞു, ക്ഷൗരക്കത്തി ഉപയോഗിച്ച് കഷണങ്ങളാക്കുകയാണ് അർഹമായ ശിക്ഷ. മറ്റൊരു മന്ത്രി പറഞ്ഞു, അല്ലയോ രാജാവേ, അയാൾക്ക് കുറച്ച് പൈസയും കൊടുത്ത് ഗ്രാമത്തിലേക്ക് തിരികെ വിട്ടാലും. അപ്പോൾ വൃദ്ധനായ താങ്കൾ എന്തു പറയുന്നു? രാജാവ് തിരക്കി. ഞാൻ പറയാം, ആ സന്യാസി പറഞ്ഞു തുടങ്ങി. ആദ്യത്തെ മന്ത്രി ജന്മനാ ഒരു തയ്യൽക്കാരനാണ്. അയാൾ കത്രികയെ പറ്റിയാണ് സംസാരിച്ചത്. രണ്ടാമത്തെ മന്ത്രി ഒരു റൊട്ടിക്കാരനായിരുന്നു. അയാൾ അടുപ്പിനെക്കുറിച്ച് സംസാരിച്ചു. മൂന്നാമത്തെ ആൾ ക്ഷുരകനാണ്. നാലാമത്തെ ആളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അയാളും കുടുംബവും തലമുറകളായി മന്ത്രിമാർ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ നിരാശയിലും ഭീതിയിലുമാണ്. ലജ്ജ കൊണ്ട് ഭാര്യയെപ്പോലും അഭിമുഖീകരിക്കുവാൻ കഴിയുന്നില്ല. ഇപ്പോൾ കണ്ടോളൂ, കാമേശ്വരനെ അയാൾ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വൃദ്ധനായ സന്യാസി എവിടെയോ അപ്രത്യക്ഷനായി. അപ്പോൾ കടബാധ്യതയുണ്ടായിരുന്ന ആ പാവ മനുഷ്യൻ പറഞ്ഞു, ഇത് ഭഗവാൻ കാമേശ്വരനല്ലാതെ മറ്റാരുമല്ല എന്ന് ഉറപ്പാണ്. രാജാവ് ഭഗവാനെ കാണാൻ ശ്രമിച്ചു നോക്കി, പക്ഷേ വിജയിച്ചില്ല. എന്നിട്ടും പറഞ്ഞു, അയ്യോ, എനിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ലല്ലോ. പിന്നെ അദ്ദേഹം പാവ മനുഷ്യന് ഒരു ഗ്രാമവും കുറച്ച് ധനവും സമ്മാനമായി നൽകി. രാജാവ് കാരുണ്യവും ഔദാര്യവും ഉപദേശിച്ച മന്ത്രിയെ മാനിച്ചുകൊണ്ട് മറ്റു മൂവരെയും പറഞ്ഞയച്ചു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയ ദേവി ജഗന്മാതാർ, ജയ ദേവി പരാത്പരേ, ജയ കല്യാണ നിലയേ, ജയ കാമകലാത്മികേ. ശ്രീ ലളിതാസ്തവരാജം എന്ന സ്തോത്രത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ഇത്. ബ്രഹ്മാണ്ഡ മഹാപുരാണത്തിലെ ലളിതോപാഖ്യാനം 8-ാം അധ്യായമാണ് ലളിതാസ്തവരാജം. ചിദഗ്നികുണ്ഠത്തിൽ നിന്നും ആദിപരാശക്തി ശ്രീ ലളിതാ ത്രിപുരസുന്ദരീ ദേവിയായി അവതരിച്ചപ്പോൾ ദേവന്മാർ സന്തോഷത്തോടുകൂടി അത്യാനന്ദത്തോടുകൂടി അമ്മയെ സ്തുതിക്കുന്നു. ഭണ്ഡാസുരന്റെ ശല്യം സഹിക്കവയ്യാതെ ആദിപരാശക്തിയെ അഭയം പ്രാപിച്ചുകൊണ്ട് സമസ്ത ദേവന്മാരും ചേർന്ന് നടത്തിയ മഹായാഗം. ദേവന്മാർ അവരുടെ സ്വന്തം ശരീരത്തിൽ നിന്നും മാംസം അറുത്ത് ഹോമിച്ചുകൊണ്ടാണ് മഹായാഗം നടത്തിയത്. അതിൽ സംപ്രീതയായ
അമ്മ ശ്രീ മഹാലളിതാ ത്രിപുരസുന്ദരീ ദേവിയായി അവർക്ക് മുന്നിൽ മഹാ അഗ്നികുണ്ഠത്തിൽ നിന്നും തിരുവവതാരം ചെയ്തരുളി. ഓം ശ്രീലളിതാംബികായൈ നമഃ. ഓം ജഗന്മാത ദേവി ത്വം ജയ. ജഗന്മാതാവായ അല്ലയോ അമ്മേ, അവിടുന്ന് വിജയിച്ചാലും. എല്ലാ ലോകങ്ങളും അമ്മയിൽ നിന്നുമാണ് ഉണ്ടായത്. അതുകൊണ്ട് അമ്മ ജഗന്മാതാവാകുന്നു. പരാത്പരേ ദേവി ത്വം ജയ. പരാത്പരയായ അല്ലയോ അമ്മേ, അവിടുന്ന് വിജയിച്ചാലും. പരാത്പര എന്ന പദത്തെ പരനിൽ നിന്ന് പര ആയവൾ എന്നും പരത്തിൽ നിന്നും പരയായവൾ എന്നും വിഗ്രഹിക്കാം. പര എന്ന ശബ്ദം പുല്ലിംഗമായിട്ടാണ് സ്വീകരിക്കുന്നത് എങ്കിൽ പരനിൽ നിന്ന് പര ആയവൾ എന്ന് എടുക്കാം. പര എന്നത് ത്രിമൂർത്തികളിൽ ആരുമാവാം. ത്രിമൂർത്തികൾക്കും അപ്പുറത്തുള്ളവൾ, ത്രിമൂർത്തികളേക്കാൾ ശ്രേഷ്ഠയായവൾ എന്നൊക്കെ അങ്ങനെ വരുമ്പോൾ അർത്ഥം ലഭിക്കുന്നു. പരത്തിൽ നിന്ന് പരയായവൾ എന്ന് എടുക്കുമ്പോൾ ശ്രേഷ്ഠമായതിനേക്കാൾ ശ്രേഷ്ഠയായവൾ എന്നും അന്തമില്ലാത്തവൾ എന്നും അർത്ഥങ്ങൾ വരുന്നു. പര എന്നതിന് ബ്രഹ്മദേവന്റെ ആയുഷ്കാലം എന്നും അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് അന്തമില്ലാത്തവൾ എന്ന അർത്ഥം ഉണ്ടാകുന്നത്. കല്യാണ നിലയേ ത്വം ജയ. കല്യാണത്തിന് ഇരിപ്പിടമായിട്ടുള്ള അമ്മേ, അവിടുന്ന് വിജയിച്ചാലും. കല്യാണത്തിന് ഇരിപ്പിടമായവൾ കല്യാണ നിലയ. ശുഭം, ക്ഷേമം, സ്വർണം, ആഘോഷം, ഉത്സവം, സ്വർഗം, സദ്ഗുണം എന്നിങ്ങനെയൊക്കെയാണ് കല്യാണം എന്ന പദത്തിൻ്റെ അർത്ഥങ്ങൾ. ഇവയ്ക്കെല്ലാം ആധാരമായിട്ടുള്ളത് അമ്മയാണ്. അതുകൊണ്ട് കല്യാണ നിലയ. കാമകലാത്മിക. മുമ്പ് പറഞ്ഞ ശ്ലോകത്തിലെ 4ാമത്തെ വരിയിലെ പദമാണ് കാമകലാത്മിക എന്നത്. കാമകലാരൂപിണി എന്നാണ് അർത്ഥം. സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളുടെ രൂപമായി, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവയുടെ രൂപമായി ചിത് കല എന്ന് പേരുള്ള ത്രികോണം, അതിന് കാമകല എന്ന് പറയും. ഇത് അമ്മയുടെ സ്വരൂപം തന്നെയാണ് എന്ന് തന്ത്രശാസ്ത്രം പറയുന്നു. യാഗപ്രകരണം അനുസരിച്ച് 16 കാമകലകൾ അമ്മയുടെ രൂപമാണ്. ജാഗ്രത അവസ്ഥയ്ക്ക് ഉൽപ്പത്തി, ജാഗരം, ബോധം, വ്യാവൃത്തി എന്നിങ്ങനെയുള്ള 4 കലകളുണ്ട്. സുഷുപ്തിക്ക് മരണം, വിസ്മൃതി, മൂർച്ഛ, നിദ്ര എന്നിങ്ങനെയുള്ള 4 കലകൾ. അടുത്തത് സ്വപ്നാവസ്ഥ. അഭിലാഷം, ഭ്രമം, ചിന്ത, സ്മൃതി എന്നിവയാണ് കലകൾ. തുരീയാവസ്ഥയിലെ കലകളാണ് വൈരാഗ്യം, മുമുക്ഷുത്വം, സമാധി, സദസദ് വസ്തുനിർദ്ധാരം എന്നിവ. ഇവയെല്ലാം ചേർന്നുള്ള 16 കലകൾ കാമകലകളാണ്. ശിവശക്തി രൂപങ്ങളായിട്ടുള്ള ഇവ ത്രിപുരാദേവിയായ അമ്മ തന്നെയാകുന്നു. ശൃംഗാരരസരൂപിണിയായതുകൊണ്ട് അമ്മ കാമകലാത്മികയാകുന്നു. ഇങ്ങനെ ഈ പദത്തിന് വളരെ വലിയ വിശാലമായ അർത്ഥങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞതിൽ തന്നെ വ്യാഖ്യാനിക്കാനും ഉണ്ട്. വിസ്തരിച്ചു പറയുവാനുള്ള സമയപരിമിതി കൊണ്ട് അവ ഇപ്പോൾ പറയുന്നില്ല. ലളിതാ സഹസ്രനാമത്തെ പോലെ തന്നെ അതിവിശിഷ്ടവും മഹത്വമുള്ളതുമാണ് ലളിതാ സ്തവരാജം എന്ന മഹാസ്തോത്രം. ലളിതാ സഹസ്രനാമം നൽകുന്ന ഫലം ഇതും നമുക്ക് പ്രദാനം ചെയ്യുന്നു. അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് വാഗ്ദേവതകളുടെ സമീപത്തേക്ക് പോകാം. ലളിതാ സഹസ്രനാമത്തിലെ 399ാമത്തെ നാമമന്ത്രമാണ് വ്യക്താവ്യക്ത സ്വരൂപിണി. വ്യക്തവും അവ്യക്തവുമായ സ്വരൂപത്തോടു കൂടിയവൾ എന്നാണ്
ഈ നാമമന്ത്രത്തിൻ്റെ പദാർത്ഥം. അമ്മ പ്രത്യക്ഷമാണ്, അതോടൊപ്പം അപ്രത്യക്ഷവുമാണ്. അപ്രകാരമുള്ള അമ്മയെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് വാഗ്ദേവതകൾ ഈ നാമമന്ത്രത്തിലൂടെ. ഇന്ദ്രിയങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നവയെ വ്യക്തം എന്ന് പറയാം. ഇന്ദ്രിയാനുഭവം ഇല്ലാത്തതിന്, അതായത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അറിയുവാൻ പറ്റാത്തതിനെ അവ്യക്തം എന്നും പറയാം. എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു വലിയ പ്ലാവും നിറയെ ചക്കയുമുണ്ട്. അതിലൊന്ന് പഴുത്ത് പാകമായി. ചക്കപ്പഴം വയറു നിറയെ കഴിച്ചു. കുറച്ചു വിത്തും കിട്ടി, അതായത് ചക്കക്കുരു. അത് മണ്ണിൽ കുഴിച്ചിടുമ്പോൾ മുളച്ച് ഒരു വലിയ വൃക്ഷമായി മാറും. ധാരാളം പഴങ്ങളും കിട്ടും. ഇവിടെ പ്ലാവ് വ്യക്തമാണ്, നമുക്ക് കാണാം, അതിൽ നിന്നുള്ള പഴം കഴിക്കാം. എന്നാൽ അതിൻ്റെ കുരുവിൽ അതേ പ്ലാവിൻ്റെ സൂക്ഷ്മമായ അംശമുണ്ട്. അതായത് ഒരു പൂർണ്ണമായ പ്ലാവിൻ്റെ എല്ലാ അംശങ്ങളും ആ വിത്തിലുണ്ട്. ആ വിത്തിൻ്റെ അകത്തുള്ള പ്ലാവ് സൂക്ഷ്മമായ തത്വമാണ്. അതായത് നമുക്ക് കാണുവാൻ അല്ലെങ്കിൽ അനുഭവിച്ചറിയുവാൻ പറ്റാത്തതാണ്. വ്യക്തം അവ്യക്തം എന്നതിന് പറയാവുന്ന ഒരു സാമാന്യമായ അർത്ഥമാണിത്. സമസ്ത ചരാചരങ്ങളിലും ചേതനാരൂപമായി പരാശക്തി നിലകൊള്ളുന്നു. രൂപം ഇല്ലാത്തതായി സാമാന്യ മനുഷ്യർക്ക് തിരിച്ചറിയുവാൻ പറ്റാത്ത അരൂപമായി അമ്മ വസിക്കുന്നു. സത്യാന്വേഷികളായ ജ്ഞാനികൾക്ക് ഇത് വ്യക്തമായി തിരിച്ചറിയാവുന്നതുമാണ്. അതുകൊണ്ട് ജ്ഞാനികൾക്ക് വ്യക്തവും സാധാരണ മനുഷ്യർക്ക് അവ്യക്തവുമാണ്. കാരണബിന്ദുവിൻ്റെ രൂപത്തിലുള്ള മൂലപ്രകൃതിയെ അവ്യക്തം എന്ന് പറയും. അതിൽ നിന്ന് വ്യക്തമായ രൂപമായിട്ടുള്ള മഹത്തത്വമുണ്ടാകുന്നു. അവ്യക്തമായ കാരണബിന്ദുവും വ്യക്തരൂപത്തിലുള്ള മഹത്തത്വവും അമ്മയുടെ സ്വരൂപം തന്നെ. അതുകൊണ്ട് അമ്മയെ വ്യക്താവ്യക്ത സ്വരൂപിണി എന്ന് പറയുന്നു. അവ്യക്തം എന്നതിന് അവ്യക്ത എന്ന അമ്മയുടെ നാമത്തിൻ്റെ അർത്ഥവിശദീകരണത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ആദ്യത്തെ കമൻ്റായി ഇവിടെ നൽകുന്നുണ്ട്. ഉക്തമക്ഷരമവ്യക്തം വ്യക്തം ക്ഷരമുദാഹൃതം. മത്സ്യപുരാണത്തിൽ വ്യക്തം എന്നാൽ നശിക്കുന്നത് എന്നും അവ്യക്തം എന്നതിന് നശിക്കാത്തത് എന്നും അർത്ഥം പറയുന്നു. ത്രയോവിംശതി തത്വാനി വ്യക്തശബ്ദേന സൂരയ വദത്യവ്യക്തശബ്ദേന പ്രകൃതിം ച പരാം തഥാ. 23 തത്വങ്ങൾ വ്യക്തമാണ്, പരാശക്തി അവ്യക്തവുമാണ്. ബ്രഹ്മപുരാണത്തിലാണ് ഇങ്ങനെ കാണുന്നത്. ഓം വ്യക്താവ്യക്തസ്വരൂപിണ്യൈ നമഃ. ഓം ഓം ഹ്രീം വ്യക്താവ്യക്തസ്വരൂപിണ്യൈ നമഃ. ലളിതാ പരമേശ്വരി ദേവിയെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ദേവീരൂപങ്ങളിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാം. കാളി, ദുർഗ, പാർവതി, സരസ്വതി എന്നിങ്ങനെയുള്ള ഏത് രൂപങ്ങളിൽ വേണമെങ്കിലും ഈ മന്ത്രം ജപിച്ചുകൊണ്ട് അമ്മയെ ധ്യാനിക്കാവുന്നതാണ്. ശ്രീചക്രത്തിൻ്റെ മുന്നിലിരുന്ന് ഈ മന്ത്രം 101 പ്രാവശ്യം ജപിച്ചാൽ 1 വർഷത്തേക്ക് രോഗാദി ദുരിതങ്ങളോ മറ്റാപത്തുകളോ ഉണ്ടാവില്ല. ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ ഭദ്രകാളി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാം. എത്ര വലിയ ശത്രുദോഷവും അതുകൊണ്ട് മാറിക്കിട്ടും. കൂടാതെ ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ മന്ത്രം നേരം നോക്കാതെ ജപിക്കാവുന്നതുമാണ്. കൂടാതെ ഇഷ്ടമുള്ള കാര്യങ്ങൾ സാധ്യമാക്കുന്നതിനു വേണ്ടി ഈ മന്ത്രം നേരം നോക്കാതെ ജപിക്കാവുന്നതുമാണ്. ആദ്യം പറഞ്ഞിട്ടുള്ള ലളിതാസ്തവരാജത്തിലെ ശ്ലോകം
ലളിതാ സഹസ്രനാമത്തിലെ 3 മന്ത്രങ്ങളുടെ ശക്തി ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് അത് മാത്രമായിട്ടും ജപിക്കാം. ആദിപരാശക്തിയായ മഹാദേവി സർവ്വകാര്യങ്ങളും എല്ലാവർക്കും സാധ്യമാക്കി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.